ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2ൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ മൊഡ്യൂൾ 1-ലെ ക്ലച്ച് എന്ന് പറയുന്ന പോർഷനായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ലെക്ചറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കാണുക, കണ്ട ശേഷം ഈ ലെക്ചറിലേക്ക് വരിക. ഇന്ന് ഈ ലെക്ചറിൽ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് മുൻപ് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒക്ടോബർ 2019 യൂണിവേഴ്സിറ്റിക്ക് 15 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യങ്ങൾ ബേസിക്കലി പറയാൻ പോകുന്നത്. അതിന് ശേഷം നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഡിസൈൻ എ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഹാവിംഗ് ബോത്ത് സൈഡ്സ് ഇഫക്റ്റീവ് ടു ട്രാൻസ്മിറ്റ് 19 kW at 1500 RPM. The ratio of mean radius to radial width is 4.5. The axial thrust is provided by 6 springs. Take coefficient of friction 0.2 and allowable pressure as 0.245 megapascal. Assume spring index C equal to 6, shear stress 420 megapascal, modulus of rigidity G equal to 84 gigapascal. We need to find the mean radius of and width of the friction surface, dimensions of the clutch plate, and finally the dimensions of the springs. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വയർ ഡയമീറ്റർ, മീൻ കോയിൽ ഡയമീറ്റർ, ഡിഫ്ലക്ഷൻ, ഫ്രീ ലെങ്ത്, പിച്ച്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ദെൻ ഡയമെൻഷൻസ് ഓഫ് ക്ലച്ച് എന്ന് പറയുമ്പോൾ ക്ലച്ച് പ്ലേറ്റിൻ്റെ ഔട്ടർ ഡയമീറ്റർ, ഇന്നർ ഡയമീറ്റർ, ഫ്രിക്ഷൻ സർഫസിൻ്റെ വിഡ്ത്ത് ബി, സ്മോൾ ലെറ്റർ ബി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. വിഡ്ത്ത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡി ഔട്ട്സൈഡ് ഡയമീറ്റർ ഔട്ട്സൈഡ് റേഡിയസ് മൈനസ് ഇൻസൈഡ് റേഡിയസ്. അതർവൈസ് വി ക്യാൻ സേ d0 മൈനസ് di ഡിവൈഡഡ് ബൈ 2, അങ്ങനെ വേണമെങ്കിലും പറയാം. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റേഡിയസിൻ്റെ ഡിഫറൻസ്, അതാണ് എന്തെന്ന് പറയുന്നത് വിഡ്ത്ത് ബി എന്ന് പറയുന്നത്. മീൻ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് യൂണിഫോം വിയർ ആണെങ്കിലും യൂണിഫോം പ്രഷർ ആണെങ്കിലും 2 കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കിപ്പോൾ അതിലെ മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ടേക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആൻഡ് അലൗബിൾ പ്രഷർ 0.245 മെഗാപാസ്കൽ. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടില്ല, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും അലൗബിൾ പ്രഷറും തന്നിട്ടില്ല. അത്തരം കേസ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, നമുക്കറിയാം ഫ്ലൈ വീലിൽ നിന്നുമാണ് പവർ ക്ലച്ച് പ്ലേറ്റിലെത്തി ബാക്കി ഡ്രിവൺ സിസ്റ്റത്തിലേക്ക് പോകുന്നത്, ശരിയല്ലേ? അപ്പോൾ നോർമലി നമ്മുടെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അതുപോലെ തന്നെ ക്ലച്ച് പ്ലേറ്റും, ക്വസ്റ്റ്യനിൽ വേറെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റും അതുപോലെ തന്നെ ഫ്ലൈ വീലും നമ്മൾ എന്താണ് കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീൽ അല്ല കാസ്റ്റ് അയൺ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, കോണ്ടാക്റ്റിംഗ് ആൻഡ് ഒപ്പോസിങ് സർഫസസ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. സോ അങ്ങനെ ഒരു അസംഷൻ നമുക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു അസംഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേജ് നമ്പർ 283, ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 283 പോവുകയാണെങ്കിൽ ദെയർ ഇസ് എ ടേബിൾ 13.4. അവിടെ നമുക്ക് ഫ്രിക്ഷൻ മെറ്റീരിയൽസ് ഫോർ ക്ലച്ചസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് നമുക്ക് കാണാം കോണ്ടാക്ട് സർഫസസ്, വിയറിംഗ് ആൻഡ് ഒപ്പോസിങ് സർഫസസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മളുടെ പെർട്ടിക്കുലർ കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ്, അതായത് മ്യൂ വാല്യൂ ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ മാക്സിമം പ്രഷർ വാല്യൂയും ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ സെക്കൻഡ് റോയാണ് വരുന്നത് കാസ്റ്റ് അയൺ, കാസ്റ്റ് അയൺ, വിയറിംഗ് സർഫസീസ് കാസ്റ്റ് അയൺ, അതുപോലെ ഒപ്പോസിങ് സർഫസും കാസ്റ്റ് അയൺ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ നോർമലി ഡ്രൈ കണ്ടീഷൻസ് ആണ്, ലൂബ്രിക്കേഷനൊക്കെ വരുവാണെങ്കിലാണ് നമ്മൾ വെറ്റ് കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ലൂബ്രിക്കേഷൻ ഒന്നുമില്ല, നോർമൽ കണ്ടീഷൻ. നോർമലി നമുക്ക് ഫ്രിക്ഷൻ പ്ലേറ്റിനകത്ത് ഡ്രൈ കണ്ടീഷൻസ് തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ആ ഡ്രൈ കണ്ടീഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ അവർ കൊടുത്തിട്ടുണ്ട് 0.15 to 0.2 എന്ന്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 0.15 എടുക്കാം, അല്ലെങ്കിൽ 0.2 എടുക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു റേഞ്ചിലുള്ള ഒരു വാല്യൂ എടുക്കാം. നോർമലി ഞാനിപ്പോൾ പറയുകയാണ് മ്യൂ വാല്യൂ എത്രയായിട്ട് അസ്യൂം ഫോർ കാസ്റ്റ് അയൺ സർഫസസ് മ്യൂ വാല്യൂ ഈക്വൽ ടു 0.2. അപ്പോൾ അവിടെ നമുക്ക് അസ്യൂം ചെയ്യാം. ദെൻ മാക്സിമം പ്രഷറിലേക്ക് വരികയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് മാക്സിമം പ്രഷർ അതേ റോയിൽ തന്നെ ഈ 2 കോണ്ടാക്റ്റിംഗ് സർഫസിന് ഇടയ്ക്കുള്ള മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് 0.98 to 1.18 ആണ് വരുന്നത്. സോ മാക്സിമം പ്രഷറാണിത്. അപ്പോൾ നമുക്കറിയാം ഏത് സിസ്റ്റവും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും മാക്സിമം വാല്യൂവിന് നമ്മൾ ഡിസൈൻ ചെയ്യാറില്ല. നമ്മളവിടെ എന്ത് ചെയ്യും, ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മളവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ക്ലച്ചസിൻ്റെ കേസിൽ ഈ ഒരു മാക്സിമം പ്രഷർ അല്ലെങ്കിൽ മാക്സിമം വാല്യൂവിൽ നിന്നും അലോബിൾ വാല്യൂയിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 to 4, നോർമലി 4, മാക്സിമം വാല്യൂ തന്നെ 4 തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പി മാക്സ് എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1.18 മെഗാപാസ്കലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കണം, നമ്മൾ ടോർക്കൊക്കെ എഴുതുമ്പോൾ അവിടെ ഇക്വേഷൻ
പി വരുന്നുണ്ടായിരുന്നു. ആ പി വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ അലൗബിൾ പ്രഷർ എന്ന് പറയുന്നത് പി മാക്സ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള വാല്യൂ വേണം നമ്മളവിടെ എടുക്കാനായിട്ടുള്ളത്. ഇനി അതുപോലെ അടുത്ത ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഫ്രിക്ഷൻ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്, ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു അവിടുത്തെ ഏരിയ ചെയ്താലും മതി. അവിടുത്തെ പ്രഷർ ഇൻറ്റു അവിടുത്തെ ഏരിയ, ആ കോണ്ടാക്റ്റിംഗ് ഫ്രിക്ഷണൽ സർഫസിൻ്റെ ഏരിയ നമുക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് അറിയാം F = പ്രഷർ ഇൻറ്റു ഏരിയ. ആ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ ഇൻറ്റു ആ ഒരു റിങ് പോലെ ഇരിക്കുന്ന പോർഷൻ ആയിരിക്കും. ആ പെരിമീറ്റർ ഇൻറ്റു അതിൻ്റെ എന്താണ് വിഡ്ത്ത്, അത് കട്ട് ചെയ്ത് ആ ഒരു റിങ്ങിനെ നമ്മൾ കട്ട് ചെയ്ത് നിവർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എന്ത് പോലെ ആയിരിക്കും ഇരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? സർക്കിളിൻ്റെ പെരിമീറ്റർ. ആ പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ മീൻ ഡയമീറ്റർ വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് πdm ആയിരിക്കും അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ അറിയാമെങ്കിൽ ആ അടുത്ത സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഫ്രിക്ഷൻ സർഫസിന് എന്തായിട്ടായിരിക്കും വരുന്നത്? വിഡ്ത്തായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇൻറ്റു വിഡ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് ഈ പറയുന്ന ഫ്രിക്ഷൻ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സ് കിട്ടും. അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ എന്നുള്ള രീതിക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ യൂണിഫോം പ്രഷറിലും യൂണിഫോം വിആറിലും 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിലും അത് കൂടാതെ നമുക്ക് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഇക്വേഷൻ ഒരു പക്ഷേ പി ഇൻറ്റു എ, ആ എന്ന് പറയുന്നത് πdm × b ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടൊന്ന് വന്നിരിക്കാം. അത്തരം കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാ ബുക്കിൽ തന്നെ നമുക്ക് കോൺഗ്ലെച്ചിൻ്റെ സൈഡിൽ, അതായത് പേജ് 259 നമ്മൾ നോക്കുകയാണെങ്കിൽ, പേജ് 259 നോക്കുകയാണെങ്കിൽ അവിടെ നോക്കിക്കേ, ഇക്വേഷൻ 13.10c നോക്കുക. 13.10c നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ FA = πdm BP സൈൻ ആൽഫ എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് കോൺ ക്ലച്ച് ആണെങ്കിലാണ് ഈ സൈൻ ആൽഫ കോൺ, അത് നമുക്കറിയാം ഒരു ആംഗിൾ വേണം. അല്ലാത്ത പക്ഷേ ആ സൈൻ ആൽഫ എന്നുള്ള ടൈമിങ് നമ്മൾ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. ബാക്കിയാണ് എന്തെന്ന് പറയുന്ന ആക്സിയൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ πdm BP. അപ്പം നമുക്ക് ഇത്തരത്തിൽ അലൗബിൾ പ്രഷർ അല്ലെങ്കിൽ മാക്സിമം പ്രഷറൊക്കെ തരുന്ന കേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കണം നമ്മൾ ഏതിനെ യൂസ് ചെയ്യേണ്ടി വരുന്നത്? ആക്സിയൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇത്രയും ആണ് ബേസിക്കലി ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറയാൻ ഉണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്ത് കഴിയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ആ ഒരു ഗിവൺ കണ്ടീഷൻസ് എല്ലാം ഇവിടെ കോട്ട് ചെയ്യുകയാണ്. ഒന്ന്, നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് ഡ്രൈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഹാവിങ് ബോത്ത് സൈഡ്സ് എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ബോത്ത് സൈഡ്സ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു N' എന്ന് പറയുന്നത് അപ്പോൾ എത്ര ആയിരിക്കും? നമുക്ക് 2 ആയിരിക്കും. 2 സൈഡ് എഫക്റ്റീവാണ്. ദെൻ അവർ പവർ തന്നിട്ടുണ്ട്. പവർ ഈസ് ഗിവൺ ആസ് 19 കിലോവാട്ട് എന്ന ഒരു പവർ തന്നിട്ടുണ്ട്. ദെൻ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് N വാല്യൂ തന്നിട്ടുണ്ട് 1500 RPM എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഈ കേസിൽ നമുക്ക് മീൻ റേഡിയസ് ടു റേഡിയൽ വിഡ്ത്ത്, ദാറ്റ് ഈസ് RM, മീൻ ഡയമീറ്റർ DM ആണെങ്കിൽ റേഡിയസ് ക്യാപിറ്റൽ RM ഡിവൈഡഡ് ബൈ വിഡ്ത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞു B എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ വാല്യൂ അവർ തന്നിരിക്കുന്നു. എത്രയാണ്? ആ ഒരു റേഷ്യോ നമുക്കവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4.5 എന്ന് തന്നിട്ടുണ്ട്. ദ ആക്സിയൽ ത്രസ്റ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ സ്പ്രിങ്സ്. അപ്പോൾ എത്ര സ്പ്രിങ്സ് ഉണ്ട്? നമ്പർ ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് സ്പ്രിങ്സ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. നമ്പർ ഓഫ് സ്പ്രിങ്സ് വിൽ ബി 6. ദെൻ ടേക്ക് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നമുക്ക് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ഞാൻ മുമ്പ് പറഞ്ഞ അതുപോലെ തന്നെ ടേബിളിൽ പോയി കണ്ടുപിടിക്കേണ്ടത്. സോ മ്യൂ വാല്യൂ ഈക്വൽ ടു 0.2 ആൻഡ് ദി അലൗബിൾ പ്രഷർ, അലൗബിൾ എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അലൗബിൾ പ്രഷർ വാല്യൂ അവർ തന്നിരിക്കുന്നത് എത്രയാണ്? 0.245 MPa, അത്രയും തന്നിട്ടുണ്ട്. ദെൻ സ്പ്രിങ് ഇൻഡെക്സ്, ഇനി സ്പ്രിങ് ഡിസൈൻ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങോട്ട് മാറ്റിയിടുന്നതാണ്. സോ ദാറ്റ് വാല്യൂ സി ഈക്വൽ ടു എത്രയാണ് അവർ തന്നിരിക്കുന്നത്? 6 വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് ടോ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 420 MPa എന്ന് തന്നിട്ടുണ്ട്. ദെൻ ജി വാല്യൂ തന്നിട്ടുണ്ട് 84 GPa എന്നാണ് നിൽക്കുന്നത്. 84 GPa. അതിനെ ഞാൻ Nm/mm² അല്ലെങ്കിൽ മെഗാപാസ്കലിലേക്ക് മാറ്റി. × 10⁻³ Nm² or MPa.
ദെൻ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പ്രോബ്ലത്തിൻ്റെ ബാക്കി സെക്ഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളോട് ഈ ക്വസ്റ്റിനിൽ ഞാൻ പറഞ്ഞു ഇതിലൊരു പെർട്ടിക്കുലർ പ്രൊസീജിയർ ഫോളോ ചെയ്തല്ലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് മീൻ റേഡിയസും വിഡ്ത്ത് ഓഫ് ദി ഫ്രിക്ഷൻ സർഫസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും പ്രഷറും നമ്മളുടെ കയ്യിലുണ്ട്. ഇനി നമുക്കറിയേണ്ട കാര്യം മീൻ ഇവിടെ ഏത് തിയറിയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു ആക്സിയൽ ഫോഴ്സ് നമുക്ക് പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആക്സിയൽ ഫോഴ്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സോ ദ ആക്സിയൽ ഫോഴ്സ് ഡെവലപ്ഡ്, ആക്സിയൽ ഫോഴ്സ് FA എനിക്ക് കണ്ടുപിടിക്കണം. സോ FA കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു 13.10C പേജ് നമ്പർ 259 എന്ന് പറയുന്ന 253 എന്ന് പറയുന്ന ഇക്വേഷൻ, 259 അല്ലേ, 259 അതന്നെ 259 ഇക്വേഷൻ 13.10C നോക്കുക. അവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അവിടെ കോൺ ക്ലച്ച് അല്ലാത്തതുകൊണ്ട് ആ സൈൻ ആൽഫയുടെ ടൈം ഒമിറ്റ് ചെയ്ത് കളയുക. സോ ദാറ്റ് വിൽ ബി പൈ ഇൻറ്റു DM ഇൻറ്റു B ഇൻറ്റു P. ഇതാണ് അപ്പോൾ നമുക്ക് ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നേരം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പൈ ഇൻറ്റു DMന് പകരം അതിനെ ഇൻ ടൈംസ്, കാര്യം ഇവിടെ നമുക്ക് മീൻ റേഡിയസ് എന്നുള്ളൊരു ടൈം വന്നുകൊണ്ട് എനിക്ക് ഡയമീറ്റർ റേഡിയസിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, 2 times RM ഇൻറ്റു ഇനി ബീനെ RM കൊണ്ടുവരാൻ എന്താ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താ RM/B, അവർ ഒരു റേഷ്യോ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. RM/B എന്ന് പറയുന്നത് എത്രയാണ്, 4.5. സോ B എന്ന് പറയുന്നത് എത്ര വരും, RM/4.5. സോ ഇൻസ്റ്റെഡ് ഓഫ് B വി ക്യാൻ റൈറ്റ് RM ഡിവൈഡഡ് ബൈ 4.5 ഇൻറ്റു പ്രഷർ എത്ര നമുക്ക് തന്നിട്ടുണ്ട്, 0.245. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇവിടെ എത്രയാണ് നമ്മളുടെ ആക്സിയൽ ഫോഴ്സ് എന്നിട്ട് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്ന വാല്യൂ കാൽക്കുലേറ്ററിൽ പൈ ഇൻറ്റു 2 ഇൻറ്റു 0.245 ഡിവൈഡഡ് ബൈ 4.5. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 0.34208 എന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ എഴുതി 0.3421 RM ഇൻറ്റു RM എന്തായി, RM സ്ക്വയർ. സോ ഇക്വേഷൻ 1. അപ്പോൾ എനിക്ക് RMൻ്റെ ടേംസിൽ എന്ത് കിട്ടി, ആക്സിയൽ ഫോഴ്സ് എത്രയാണെന്ന് കിട്ടി. ഇനി നമുക്ക് ടോർക്കിൻ്റെ എക്സ്പ്രഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നമ്മളുടെ ഡേറ്റാ ബുക്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഫ്രം ഡേറ്റാ ബുക്ക് വി ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക്, T is equal to half into mu into n dash into FA into DM. സോ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്പ്രഷൻ നമ്മുടെ ഡേറ്റാ ബുക്കിലുള്ളതാണ്. ഇന്നലെ കഴിഞ്ഞ ലാസ്റ്റ് ലെക്ചറിൽ നമ്മളത് പറഞ്ഞിരുന്നത് ഇക്വേഷൻ 13.9F പേജ് 259. ആ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സഫിക്സിൽ FAW ഇൻറ്റു DNW എന്ന് കിടപ്പുണ്ട്. നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അത് വിയർ തിയറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം വിയർ തിയറി ആണെങ്കിലും അതുപോലെ തന്നെ പ്രഷർ തിയറി ആണെങ്കിലും ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പം നിങ്ങൾ 13.9C നോക്കിയാലും 9F നോക്കിയാലും ഇക്വേഷൻ സെയിം തന്നെയാണ്. T is equal to half mu n dash FA DM എന്ന് തന്നെയാണ്. ഒരിടത്ത് പ്രഷർ തിയറി ആയതുകൊണ്ട് FAP എന്നും DMP എന്നും എഴുതിയേക്കുന്നു. വിയർ തിയറി ഉള്ളിടത്ത് FAW DMW എഴുതി, അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നമുക്കിപ്പോൾ FA വാല്യൂ ഉണ്ട്, DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 2RM എന്ന് എഴുതാം. N dash അറിയാം, ബോത്ത് സൈഡ്സ് എഫക്റ്റീവ് ആയിട്ട് 2 ആണെന്നറിയാം, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അറിയാം. അറിഞ്ഞുകൂടാത്തത് ഏതാണ്, TM. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ക്വസ്റ്റിനിൽ എന്ത് തന്നിരിക്കുന്നത്, അവർ നമുക്ക് ക്വസ്റ്റിനിൽ എന്ത് തന്നിരിക്കുന്നു, പവറും സ്പീഡും തന്നിരിക്കുന്നു. സോ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ലാസ്റ്റ് സെമിസ്റ്ററിൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 ഷാഫ്റ്റിൻ്റെ ഡിസൈനിൽ നമ്മൾ പഠിച്ചിരുന്നു ടോർക്ക് കണ്ടുപിടിക്കാൻ. ഇക്വേഷൻ 3.3a, ഇക്വേഷൻ 3.3a പേജ് നമ്പർ 50. എല്ലാവർക്കും ഇക്വേഷൻ ഓർമ്മ ആണെന്ന് വിചാരിക്കുന്നു. T is equal to 9.55 into 10⁻⁶p divided by
എൻ. ആ സ്മോൾ എൻ എന്ന് പറയുന്നത് ആ ഇൻഡെക്സ് നോക്കിയറിയാം സ്പീഡ് ഇൻ ആർ പി എം. നമുക്ക് ആർ പി എമ്മിൽ തന്നെയാണ് സ്പീഡ് തന്നിരിക്കുന്നത്. പി ഈസ് ദ പവർ ഇൻ കിലോ വാട്ട്. അപ്പോൾ കിലോ വാട്ടിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിയുടെ സ്ഥാനത്ത് 19 കൊടുക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക 1500 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 9.55 ഇൻറ്റു 10⁻6 ഇൻറ്റു 19 ഡിവൈഡഡ് ബൈ 1500. സോ ദാറ്റ് കംസ് അറൗണ്ട് ആ വാല്യൂ വരുന്നത് 120. ഫൈനൽ ആൻസർ എഴുതാണ്. സോ 120.967 ഇൻറ്റു 10⁻3 ന്യൂട്ടൺ എം എം എന്നാണ് എന്ത് വരുന്നത് ടോർക്കിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോൺ ആയി. സോ അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കിയേ. സോ 120.967 ഇൻറ്റു 10⁻3 വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മീ വാല്യൂ ഈസ് 0.2 into n dash is 2 into fa value 0.3421 into rm square into again so this is fa into dm is again 2rm. so ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 2ഉം കട്ട് ചെയ്ത് കളയാം. ഇവിടെ നിന്ന് നമുക്ക് rm ക്യൂബ് എന്നായിരിക്കും വരുന്നത്. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം rm വാല്യൂ കണ്ടുപിടിക്കാം. സോ 120.967 into 10⁻3 divided by 0.2 into 2 into 0.3421 എന്ന് വരും. സോ അതിൻ്റെ ക്യൂബ് റൂട്ട് നമുക്ക് എടുക്കണം. സോ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് rm. So the answer will be 120.967. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് വരാം. എന്നിരുന്നാലും നിങ്ങൾ ഒന്നും കൂടി അതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, 120.967 ഇൻറ്റു 10⁻3 അങ്ങനെ തന്നെയാണ് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ആ വാല്യൂ ഡിവൈഡഡ് ബൈ എന്തൊക്കെ വരുന്നുണ്ട് 0.2 ഇൻറ്റു 2 ഇൻറ്റു 0.3421 അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, rm വാല്യൂ അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് 95.97 mm എന്നാണ് കിട്ടുന്നത്. ഇത് ഏറ്റവും മിനിമം വാല്യൂ ആണ് ഇത്ര, ഇതിലും കുറയാൻ പാടില്ലെന്നാണ് മീനിങ്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു റൗണ്ട് ഓഫ് ചെയ്ത് എത്ര എടുത്ത് സേ 100 mm. അതിന് റൗണ്ട് ഓഫ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ടേബിൾ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് അങ്ങ് നിയറസ്റ്റ് ഹയർ വാല്യൂയിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്തത്. താഴോട്ട് പോകരുത്, ഹയർ വാല്യൂ ഒരുപാട് ഹയർ ആക്കാനും പറ്റില്ല. ഓക്കെ, അപ്പം rm കിട്ടിയെങ്കിൽ ദെയർഫോർ നമുക്ക് ബി കണ്ടുപിടിക്കാം. നൗ ബി വിൽ ബി ഈക്വൽ ടു rm ഡിവൈഡഡ് ബൈ 4.5. സോ rm ഡിവൈഡഡ് ബൈ 4.5 എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 4.5 എന്ന് വരും. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 22.22 mm എന്ന് വരും. അതിനെയും ഞാൻ തൊട്ടടുത്ത നിയറസ്റ്റ് ഹയർ വാല്യൂ ആയിട്ട് മാറ്റി എത്രയാണ് 25 mm. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണ്, വി കാൽക്കുലേറ്റ് ദി മീൻ റേഡിയസ് ആൻഡ് ദി വിഡ്ത്ത് ഓഫ് ദി ഫ്രിക്ഷൻ സർഫസ്. അപ്പം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത നേരെ ഇതിൻ്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പോർഷനിൽ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഭാഗം അങ്ങ് ഇറേസ് ചെയ്യുകയാണ്. സോ ആക്സിയൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, അതെല്ലാം കണ്ടുപിടിച്ചു, മുഴുവനായിട്ട് അങ്ങ് ഇറേസ് ചെയ്യുകയാണ്. സോ വാല്യൂസ് ജസ്റ്റ് ഓർത്തിരിക്കുക. വാല്യൂസ് നമുക്ക് rm എന്നുള്ളത് എത്ര ആയിരുന്നു 100 mm. ഇപ്പോൾ ബി വാല്യൂ കിട്ടിയത് 25 mm ആയിരുന്നു. അത് മാത്രം ജസ്റ്റ് ഓർത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ വാല്യൂം ഞാൻ അങ്ങ് ഇറേസ് ചെയ്യുന്നു. സോ ഇറേസ് ചെയ്തു. ദെൻ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നു. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ഡയമെൻഷൻസ് ഓഫ് ക്ലച്ച് പ്ലേറ്റ്. അതിൽ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി, നമുക്ക് ഇപ്പോൾ rm കിട്ടി. സോ rm നമുക്ക് കിട്ടിയത് എത്രയാണ്, rm ഈസ് ഒബ്റ്റെയിൻഡ് ആസ് 100 mm. rm 100 mm ആണെങ്കിൽ ഒബ്വിയസ്ലി ദ മീൻ ഡയമീറ്റർ വിൽ ബി എത്ര ആയിരിക്കും, അതിൻ്റെ ഡബിൾ ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി 200 mm. ഓൾസോ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് R0 മൈനസ് RI ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്നും പറഞ്ഞു പോയിരിക്കുകയാണ്. ഇത് എന്ത് തിയറിയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ നോർമലി നമുക്കറിയാം, നമ്മളോടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വി ഹാവ് ടു യൂസ് യൂണിഫോം വിയർ തിയറി. യൂണിഫോം വിയർ തിയറിയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ യൂണിഫോം വിയർ തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡി എമ്മിൻ്റെ വാല്യൂ അറിയാം. എന്താണ്? ഇറ്റ് ഈസ് d0 പ്ലസ് di ഡിവൈഡഡ് ബൈ 2. നമുക്ക് പേജ് നമ്പർ 259 പേജ് 259 ഇക്വേഷൻ എന്താണ് 13.9F താഴെ കിടപ്പുണ്ട് ഈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ അപ്പോൾ എനിക്ക് എഴുതാം 2RM വിൽ ബി ഈക്വൽ ടു, നോക്കിയേ, d0/2 എന്ന് പറഞ്ഞാൽ എന്തായി? R0 പ്ലസ് RI അല്ലേ? d0/2 പ്ലസ് di/2. d0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ്, ഔട്ടർ റേഡിയസ്. di/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ റേഡിയസ്. സോ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? R0 അല്ലെങ്കിൽ RI വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ വരും? സോ 2RM ഈസ് 200 ഈസ് ഈക്വൽ ടു R0 പ്ലസ് RI എന്ന് വരും. ഇവിടെ ബി വാല്യൂ നമുക്ക് കിട്ടി, നേരത്തെ കിട്ടി എത്രയായിരുന്നു? 25. സോ 25 ഈസ് ഈക്വൽ ടു R0 മൈനസ് RI എന്നും വരും. സോ ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 2R0 ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര വരും? 225 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ 225 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? R0 വാല്യൂ കണ്ട് 225 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് R0 വാല്യൂ ഇവിടുന്ന് കിട്ടുന്നത് R0 വിൽ ബി 112.5 mm എന്ന് വരും. അത് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി റൗണ്ട് ഓഫ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്തെടുത്തു? അതിനെ 120 എടുത്താൽ 115 എടുത്താൽ പിന്നെയും ചെറുതെന്നല്ല, ഒരു റൗണ്ടഡ് ഫിഗർ ആവത്തില്ല. സോ 120 എടുത്തു. 115 എടുത്ത് ചെയ്താലും തെറ്റൊന്നുമില്ല. ദെൻ therefore RI വാല്യൂ. അപ്പം ഇത് 120 ആയിട്ട് ഞാൻ എടുക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി 120യിൽ നിന്നും എത്ര പോകണം? 25 പോയാൽ എനിക്ക് എന്ത് കിട്ടും? RI കിട്ടും. സോ ദാറ്റ് വാല്യൂ വിൽ ബി 95 mm. സോ R0യും RIയും ആയി. ദാറ്റ് മീൻസ് യു ക്യാൻ കാൽക്കുലേറ്റ് ദി D0 ആൻഡ് DI വാല്യൂ. ഇത്രയാണ് അതിനെ എന്തെന്ന് പറയുന്നത് സെക്കൻഡ് പോർഷനിൽ വരുന്നത്, അതായത് ഡയമെൻഷൻസ് ഓഫ് ക്ലച്ച് പ്ലേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. Now we are going for the third section, that is we need to design the spring. So spring യൂസ് ചെയ്യണം. അപ്പോൾ സ്പ്രിങ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സ്പ്രിങ് ഡിസൈനിലേക്ക് കിടക്കുകയാണ്. സ്പ്രിങ് ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന്, സ്പ്രിങ് ഇൻഡെക്സ് C തന്നിട്ടുണ്ട്. C എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്? ക്യാപിറ്റൽ D/സ്മാൾ d. അത് തന്നിട്ടുണ്ട്. ദെൻ പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഷിയർ സ്ട്രെസ് ടോ തന്നിട്ടുണ്ട്. എത്രയാണ്? 420 MPa തന്നിട്ടുണ്ട്. ദെൻ പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ജി വാല്യൂ തന്നിട്ടുണ്ട് 84 × 10⁻³ MPa അല്ലെങ്കിൽ Nm². നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ തൊട്ട് മുന്നത്തെ കേസിൽ പോലെ തന്നെ നമ്മൾ FA വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. FA വാല്യൂ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ നമുക്ക് എഴുതാം. FA വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുതിയ പോലെ എഴുതുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? പ്രഷർ P × π × dm × B അല്ലേ? ഇക്വേഷൻ πdm BP ഇക്വേഷൻ 13.10C215 നോക്കിയാൽ മതി. അപ്പോൾ ഇത് വാല്യൂ വെച്ച് നമുക്കിപ്പോൾ എല്ലാ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ വെച്ച് അക്യുറേറ്റ് ആയിട്ട് ആക്സിയൽ ഫോഴ്സ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രഷർ വാല്യൂ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രഷർ വാല്യൂ എത്രയാണ്? 0.245. സോ 0.245 π × dm വാല്യൂ. നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? DM വാല്യൂ നമുക്ക് കിട്ടിയത് RM 100. സോ DM വാല്യൂ എത്രയാണ്? 200 × B വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 25. സോ അവിടെ നിന്ന് നമുക്ക് എത്ര കിട്ടും? ആക്സിയൽ ഫോഴ്സ് എത്രയാണെന്ന് കിട്ടും. സോ ആക്സിയൽ ഫോഴ്സ് വിൽ ബി 2.245 π × 200 × 25. സോ ദാറ്റ് കംസ് അറൗണ്ട് 3.848 × 10⁻³ ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ ഇത്രയാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നതിൻ്റെ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം സ്പ്രിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു 25% എന്തുണ്ടെന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. ഒരു 25% ഓവർലോഡ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 25% ഓവർലോഡ് ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഓൺ ദി സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.25 ടൈംസ് FA എന്ന് വരും. Therefore
അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ എഴുതാം, ഫോഴ്സ് ഓൺ ഈച്ച് സ്പ്രിങ് വിൽ ബി എഫ് ടോട്ടൽ ബൈ നമ്പർ ഓഫ് സ്പ്രിങ്സ്. അപ്പം ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സ്പ്രിങ്സ് എത്രയാണ്, 6 എന്നാകുന്നത് എനിക്ക്, സോ ബൈ 6. സോ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് തൊട്ട് മുകളിൽ എഫ് എ വാല്യൂ ഉണ്ട്. സോ 1 ഈ വാല്യൂ എന്ത് വരും, 1.25 ടൈംസ് എഫ് എ ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. സോ 1.25 ഇൻറ്റു 3.848 ഇൻറ്റു 10⁻³ divided by 6. So that value comes around 801.76. 801.76 ന്യൂട്ടൺ എന്ന് വരും. സോ നമുക്ക് ഒരു സ്പ്രിങ്ങിലെ ഫോഴ്സ് എത്രയാണെന്ന് കിട്ടി. ഇനി നമുക്ക് സ്പ്രിംഗ് ഡിസൈനിലേക്ക് പോകണം. അപ്പോൾ സ്പ്രിംഗ് ഡിസൈൻ്റെ ഡിസൈൻ പ്രൊസീജിയറിൻ്റെ ലെക്ചർ ലിങ്ക് ഞാൻ ഫസ്റ്റ് ലെക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് നോക്കിയിട്ട് ജസ്റ്റ് സ്പ്രിംഗ് നമ്മൾ എവിടെയൊക്കെയായിരുന്നു യൂസ് ചെയ്തത്, എന്തൊക്കെ ഇക്വേഷൻസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നതെന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. കാര്യം സ്പ്രിംഗ് ഡിസൈൻ നന്നായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കണം നമുക്ക്, മറ്റേതുപോലെ സമയമില്ല. കാര്യം ഇതൊരു ക്ലച്ച് പ്രോബ്ലത്തിൻ്റെ കൂടെ കയറി വരുന്നതാണ്, അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കുകയും വേണം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും എന്ത് ചെയ്യണം, ഇക്വേഷൻസിലേക്ക് പോകണം. അപ്പോൾ നമുക്കിവിടെ വാൾസ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ വാൾസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 11.2a പേജ് 169 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കെ വാല്യൂ ലാസ്റ്റ് സെമിസ്റ്റർ പഠിച്ച ഇക്വേഷൻ തന്നെ 4c - 1 ഡിവൈഡഡ് ബൈ 4c - 4 പ്ലസ് 0.615 ഡിവൈഡഡ് ബൈ സി. സോ ഇവിടെ നമ്മൾ സി വാല്യൂ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, അവർ 6 എന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് വാല്യൂ കംസ് അറൗണ്ട് 1.2525 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കെ വാല്യൂ കിട്ടി. ഇനി കെ വാല്യൂ കിട്ടിയെങ്കിൽ നമുക്ക് സ്പ്രിങ്ങിൻ്റെ ഇക്വേഷനിൽ സ്പ്രിങ്ങിൻ്റെ വാല്യൂ നമുക്ക് വയർ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് ദി ഇക്വേഷൻ 11.1d. ഇക്വേഷൻ 11.1d പേജ് again 169 we have tau is equal to 8f dk divided by pi d cube എന്നാണ് ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുള്ളത്. ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, സി ആണ്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി മോഡിഫൈഡ് ആസ് 8f ck by pi d square. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ടോ വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ട് എത്രയാണ്, 420 എന്ന് തന്നിട്ടുണ്ട്. സോ 420 വിൽ ബി ഈക്വൽ ടു 8 ഇൻറ്റു എഫ് ഈസ് 801.76 ഇൻറ്റു സി വാല്യൂ എത്രയാണ്, 6 ഇൻറ്റു 1.2525 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ടി സ്ക്വയർ. സോ ഫ്രം ഹിയർ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ഡി. സോ ഡി വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്നത് 6.04 എന്ന് കിട്ടും. പക്ഷേ ഈ ഡയമീറ്റർ കൊണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവനെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ടുള്ള ടേബിളും നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ ഈ സ്പ്രിംഗ് ഡിസൈനകത്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 188 പേജ് 188 ടേബിൾ 11.2 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ 3 കോളംസ് കൊടുത്തിട്ടുണ്ട്. കോൾഡ് ഡ്രോൺ സ്റ്റീൽ വയറുണ്ട്, ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോർമലി നമ്മൾ വിചാരിക്കുന്നത് കോൾഡ് ഡ്രോൺ സ്റ്റീൽ വയർ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പിന്നെ സ്റ്റാൻഡേർഡ് വാല്യൂ അവൈലബിൾ എന്ന് പറയുന്നത് 6.04 mm മിനിമം ഉണ്ടാവണം. അപ്പോൾ ഇതിലും താഴെ യൂസ് ചെയ്യാൻ പറ്റില്ല. ചില ടെക്സ്റ്റ് ബുക്കിൽ അത് മിസ്റ്റേക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെയല്ല, നമ്മളത് സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ്. സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 6.3 mm എന്നായിരിക്കും വരുന്നത് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ. ഒരിക്കലും ലോവർ വാല്യൂവിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് 6 കഴിഞ്ഞാൽ 6.3 ഫസ്റ്റ് കോളം തന്നെ, ആ ടേബിളിലെ ഫസ്റ്റ് കോളം തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സ്മോൾ ഡി കിട്ടി. സ്മോൾ ഡി കിട്ടിയെങ്കിൽ therefore you can calculate capital D എന്താ, C into small d. So that will be equal to 6 into 6.3. So 6 into 6.3 will be 6 into 6.3 will be equal to 37.8 mm. 37.8 mm എന്ന് വരും. അപ്പോൾ നമുക്കെന്ത് കിട്ടി, ഡി വാല്യൂ എത്രയാണെന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്പ്രിങ്ങിൻ്റെ വയർ ഡയമീറ്ററുമായി മീൻ കോയിൽ ഡയമീറ്ററുമായി ഇനിയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ്, ഒന്ന് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് അറിയണം, ഈ വാല്യൂ അറിയണം. നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് സ്പ്രിങ്സ്
ടോട്ടൽ നമ്പർ ഓഫ് സ്പ്രിങ്സ് -2 എന്ന് പറയുന്നതാണ് എൻ്റെ ആക്റ്റീവ് കോയിലിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്പർ ഓഫ് സ്പ്രിങ്സ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? അവർ 6 തന്നിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് I ഈക്വൽ ടു എത്രയാണ്? 6 - 2. സോ ദാറ്റ് വിൽ ബി 4. അപ്പോൾ നമുക്ക് എത്രയാണ് I വാല്യൂ എത്രയാണ് കിട്ടി. ഇനി I വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ ഞാൻ ഡയമീറ്റേഴ്സ് എല്ലാം ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. 6.3 mm equal to 37.8 mm. ഇനി അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്തായിരിക്കും? ഡിഫ്ലക്ഷൻ ആയിരിക്കും. ഞാൻ മുഴുവൻ അങ്ങ് എറേസ് ചെയ്യുകയാണ്. സോ നമുക്ക് ഡിഫ്ലക്ഷൻ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡേറ്റാ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. y = 8fc³ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ യൂസ് ചെയ്തിട്ടില്ല അധികം. കാര്യം നമുക്ക് ഡിഫ്ലക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ അവിടെ ആക്റ്റീവ് നമ്പർ ഓഫ് കോയിൽസ് ആയിരുന്നു കണ്ടുപിടിക്കും. ഇവിടെ നേരെ തിരിച്ചിട്ട് നമുക്ക് നേരെ കണ്ടുപിടിക്കാം. ഇക്വേഷൻ 11.5a ഇക്വേഷൻ 11.5a പേജ് നമ്പർ 170 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ y = ഇക്വേഷൻ നോക്കുക 8fc³ divided by GD. സോ ഇക്വേഷൻ ഉണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 8 × 801.76 into c³ that is 6³ into I വാല്യൂ നമുക്ക് 4 ആണ് കിട്ടിയത്. സോ ദാറ്റ് divided by 84 × 10³ into D value is 6.3. So we need to calculate this value 8 × 801.76 into 6³ into 4 divided by 84 × 10³ into 6.3. So that value comes around 10.47 mm. 10.47 mm. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളത് കിട്ടി. ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടി. സോ ഡിഫ്ലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പിച്ച് കണ്ടുപിടിക്കണം. അതിൻ്റെ പിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഫ്രീ ലെങ്ത് കണ്ടുപിടിക്കാം. ഫ്രീ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ യൂസ് ചെയ്ത അതേ ടേബിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ പേജ് നമ്പർ 189 പേജ് 189 ടേബിൾ 11.4 നോക്കുക. അപ്പം നമ്മൾ നോർമലി സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട് എൻഡ് എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ വിചാരിക്കാം. സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട് എൻഡ് എന്നുള്ള കണ്ടീഷൻ നോക്കുവാണെങ്കിൽ നമുക്കവിടെ ഫ്രീ ലെങ്തിൻ്റെ ഇക്വേഷൻ ആ ടേബിളിൽ നിന്നും L0 is equal to I+2 into D plus y plus a എന്ന് പറയുന്ന ഇക്വേഷൻ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എ വാല്യൂ കണ്ടുപിടിക്കാം. y വാല്യൂ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് y തൊട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടുന്ന എന്താണ്? എ വാല്യൂ ആണ്. എ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ ഒരു ചാർട്ട് പേജ് നമ്പർ 174 ലാസ്റ്റ് സെമസ്റ്ററിൽ ചെയ്ത പോലെ. കാര്യം ഇത് ഓർമ്മയില്ലാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്പ്രിങ്ങിൻ്റെ ലെക്ചേഴ്സ് കണ്ടു നോക്കുക. എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇത് ക്ലിക്ക് ആവുകയുള്ളൂ. അവിടെ പേജ് നമ്പർ 174 അണ്ടർ ഇക്വേഷൻ ഓർ ബിലോ ഇക്വേഷൻ 11.18c we have a equal to x into d into I. അപ്പോൾ എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ തൊട്ട് താഴെ ഒരു ചാർട്ട്, നമ്മൾ കോൾഡ് ഡ്രോൺ സ്റ്റീലായതുകൊണ്ട് തന്നെ അവിടെ ഒരു ചാർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിൽ സിയും വൈ ആക്സിൽ എന്താണ് എക്സ് വാല്യൂം കൊടുത്തുകൊണ്ടുള്ള ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ സി ഈക്വൽ ടു ഇവിടെ നമുക്ക് ക്യാപിറ്റൽ സി എത്രയാണ്? 6. അപ്പം ഇങ്ങനെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ആ കർവിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യണം. 6നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്സ് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് 0.12 അല്ലെങ്കിൽ 13 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ എല്ലാ വാല്യൂ ആയിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഐ വാല്യൂ 4+2 ഇൻറ്റു D is 6.3 plus y value 10.47 plus a value x into dA, x value 0.12, d എത്രയാണ്? 6.3 into I എത്രയാണ്? 4. So calculate this value. So 4+2 is 6 into 6.3 plus 10.47 plus 0.12 into 6.3 into 4. So that value comes around
51.294 എന്നാണ് വാല്യൂ വരുന്നത്. സോ ഈ വാല്യൂ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്ത് 55 എന്നോ അല്ലെങ്കിൽ 52 എന്നോ വല്ല എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് LCRO കിട്ടിയതുകൊണ്ട് തന്നെ ഇതേ ടേബിൾ അതായത് പേജ് 189 ടേബിൾ 11.414 തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ പിച്ച് കറസ്പോണ്ടിംഗ്ലി പിച്ച് P എന്ന് പറയുന്നത് അവർ എഴുതിയിട്ടുണ്ട്. എന്താണ്? LCRO - 2D / I എന്ന് കൊടുത്തിട്ടുണ്ട്. സോ LCRO വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 51.294 - 2 ഇൻറ്റു ഡയമീറ്റർ 6.3 / I വാല്യൂ ഈസ് 4. സോ പിച്ച് വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9.6 mm എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഒരു ക്ലച്ചിൻ്റെ ഡിസൈൻ പ്രോബ്ലം എന്ന് പറയുന്നത്. നോർമലി എപ്പോഴും ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ വരണമെന്നില്ല. അപ്പം തുടക്കത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഓൾ.